ലൈംഗികതയ്ക്കായി ട്രാൻസ്ജെൻഡറുകളുടെ ഇടയിലേക്ക് എന്തിനാണ് പോകുന്നത്? വിമർശിക്കുന്നവർ യോഗ്യതയില്ലാത്തവർ എന്ന് രഞ്ജിമാർ. ഒരുപാട് കഴിവുകളുള്ള ട്രാൻസ്ജെൻഡർ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഇന്ന് വിവിധയിടങ്ങളിലായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ രഞ്ജിമാർ. പൊതുകാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നത് ജോലിയെ നല്ല രീതിയിൽ ബാധിച്ചിരുന്നുവെന്നും അവർ പറഞ്ഞു. ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് രഞ്ജിമാർ നേരിടുന്ന അവഗണനകളെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. സോഷ്യൽ മീഡിയയിൽ നല്ലതും മോശവും പറയുന്നവരുണ്ട്. ജനങ്ങളെ മാറ്റാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. പൊതുകാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ പറയുന്നതിലൂടെ ഒരുപാട് വിമർശനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് നന്നായി പഠിച്ചതിനു ശേഷമേ അഭിപ്രായങ്ങൾ പറയാൻ പോകുകയുള്ളൂ. അതുകൊണ്ട് എനിക്കെതിരെ വരുന്ന വിമർശനങ്ങൾ കാര്യമായി എടുക്കാറില്ല. പല കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് എൻ്റെ ജോലിയെ ബാധിച്ചിട്ടുണ്ട്. ഈ ജോലി വളരെ സുരക്ഷിതത്വമുള്ളതാണ്. ആത്മാർത്ഥത, ക്രിയാത്മകത, സത്യസന്ധത തുടങ്ങിയവ കൊണ്ടുവരികയാണെങ്കിൽ ഈ ജോലിയിൽ വിജയിക്കാൻ സാധിക്കും. ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരുപാട് കഴിവുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഇന്ന് ജോലി ചെയ്യുന്നുണ്ട്. അതിൽ സന്തോഷവും അഭിമാനവുമുണ്ട്. സ്വീകാര്യതയ്ക്ക് വേണ്ടി മാത്രമല്ല ഞങ്ങൾ ഈ തൊഴിൽ തിരഞ്ഞെടുത്തത്. ഞങ്ങളുടെ ഉപജീവന മാർഗം കൂടിയാണിത്. ട്രാൻസ്ജെൻഡറുകൾ തെരുവുകളിൽ നിന്ന് പണം സമ്പാദിക്കുന്നുവെന്ന തെറ്റിദ്ധാരണ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെ അതിജീവിച്ചാണ് പലരും ഈ മേഖലയിലേക്ക് എത്തിയത്. അടുത്തിടെയായി സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ട്രാൻസ്ജെൻഡറുകൾ അധികമായി കാണുന്നതിനെക്കുറിച്ച് വിവിധ തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായി. ഇങ്ങനെ വിമർശിക്കുന്നവർ അവിടെ പോയതുകൊണ്ടാണല്ലോ ട്രാൻസ്ജെൻഡറുകളെ കാണാൻ സാധിച്ചത്. അവർക്ക് ഭാര്യമാരും കാമുകിമാരുമൊക്കെ കാണുമല്ലോ. അവർ എന്തിനാണ് ലൈംഗിക താല്പര്യങ്ങൾ നിറവേറ്റുന്നതിനായി ട്രാൻസ്ജെൻഡറുകൾക്കിടയിലേക്ക് പോകുന്നത്? ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ളവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ താല്പര്യമില്ലെന്ന് വിമർശിക്കുന്നവർ തീരുമാനിച്ചാൽ മതിയല്ലോ. ഇതിന് എത്ര പേർ തയ്യാറാണെന്ന് നോക്കിയാൽ മതി. നല്ല രീതിയിൽ കുടുംബം പുലർത്താൻ കഴിവുള്ളവരാണ് ഞങ്ങളിൽ ചിലരെ തിരക്കി പോകുന്നത്. യോഗ്യതയില്ലാത്തവരാണ് വിമർശിക്കുന്നത്. നല്ല കഴിവുള്ളവരാണ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ളത്. പാട്ടുപാടാനും നൃത്തം ചെയ്യാനും ശോഭനയോടൊപ്പം മത്സരിച്ച് നൃത്തം ചെയ്യാനും കഴിയുന്നവർ ഞങ്ങൾക്കിടയിലുണ്ട്. അവസരം തരട്ടെ, ഞങ്ങൾ അത് തെളിയിക്കാം. അതിനുള്ള അവസരം ആരും തരുന്നില്ല. ട്രാൻസ്ജെൻഡറായ മക്കളുള്ള മാതാപിതാക്കൾ അവരെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരാളും ലൈംഗിക വൃത്തി തൊഴിലായി കൊണ്ടു നടക്കില്ലായിരുന്നു. ഒരു അവസരം കിട്ടാതെ വരുമ്പോഴാണ് ഈ ജോലിയിലേക്ക് പലരും കടന്നു ചെല്ലുന്നതെന്നും രഞ്ജിമാർ പറഞ്ഞു.